Hello, dears. This is Shafi, first year video student at NIT Calicut. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. അത് എന്നെ NIT-യിലേക്ക് എത്തിച്ച ഒരു അഡ്വൈസ്. അതായത് ഞാനിങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ വെറും ബോർഡ് എക്സാം മാത്രം പഠിച്ചിട്ട് ബോർഡ് എക്സാമിന് കുറെ മാർക്ക് ഉണ്ടായി. അപ്പൊ ആ ഒരു ഇതിക്ക് ഒരു ഒഴുക്ക് നോർമലി ഉള്ളതുപോലെ ഞാനും റിപ്പീറ്റ് ചെയ്യാൻ കയറി. ഫസ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് എക്സാം എന്താണെന്നൊന്നും അറിയാതെ പോയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ കയറിയതാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് ഞാൻ ലൈക്ക് നന്നായി പഠിക്കും. അതായത് ക്ലാസ് നമുക്ക് തുറന്ന 8 മണിക്കാണ്. 8 മണി ടു 5 മണി അല്ലെങ്കിൽ 4 മണി ക്ലാസ് ആണ്. അപ്പോൾ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഒരു 4:30 ഉള്ളിൽ തന്നെ ഫുഡ് കഴിച്ച്, അതായത് വൈകുന്നേരത്തെ ചായ കുടിച്ച് നിസ്കരിച്ച് അവിടെ ഹോസ്റ്റലിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാറുണ്ട്. ആ 5 മിനിറ്റ് നടന്ന് ഹോസ്റ്റലിലെത്തി കുളിച്ച് 4:45 തന്നെ വന്ന് ഞാൻ ഇരിക്കും. 4 മണിക്ക് വിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്ക് വിട്ടെങ്കിൽ 5:45 തന്നെ വന്നിട്ട് സ്റ്റഡി ഹാളിൽ ഇരിക്കും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ എപ്പോഴും ഞാൻ അതുപോലെ 11 മണി 12 മണി വരെ ഇരിക്കും. എന്നിട്ട് രാവിലെ വീണ്ടും 5 മണിക്ക് തന്നെ 4 മണിക്കൊക്കെ എണീക്കും. അങ്ങനെ ഒരു 5 മണിക്കൂറിൽ കൂടുതൽ തീരെ ഉറങ്ങുന്നുമില്ല. എന്നാലും എനിക്കിട്ട് റിസൾട്ടും ഇല്ല. അതായത് ലൈക്ക് എന്നെ പോലെ അത്രയൊന്നും വർക്ക് ചെയ്യാത്തവർക്ക് ഓരോ റാങ്ക് വരുമ്പോൾ ടോപ്പിലും ഞാൻ താഴെയും. അപ്പൊ എനിക്കിങ്ങനെ ലൈക്ക് ഡേ ബൈ ഡേ ഇങ്ങനെ പോകുമ്പോൾ എനിക്കിത് വല്ലാതെ എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൈക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. ഞാൻ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. ഈ ഒരു അവസ്ഥയായിരിക്കും ഞാൻ വിചാരിക്കുന്ന പല ആസ്പിറൻസും അല്ലാത്തവരോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കെമിസ്ട്രി എടുക്കുന്നുണ്ട്. എനിക്ക് ആ സമയത്ത് ആ സാറൊന്നും ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ലൈക്ക് ഭയങ്കര കൺസെപ്ഷ്യലാണ് സാർമാർക്ക് ക്ലാസ് എടുക്കാം. അപ്പം ആ സാറടുത്ത് ഞാൻ പോയി സംസാരിച്ചു. സാറോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആണുള്ളത്, ലൈക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇത്ര പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ലൈക്ക് ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പൊ സാർ പറഞ്ഞു, നീ പഠിക്കുന്നത് വൈ എന്നുള്ള സാധനം ചോദിക്കാതെയാണ്. നീ ലൈക്ക് ഞാൻ നിനക്കൊരു സാധനം എഴുതി തന്നാല് നീ ആ സാധനം അങ്ങോട്ട് വിഴുങ്ങുകയാണ്. അത് കൊണ്ട് എന്ത് കാര്യമില്ല, എൻട്രൻസിന് കാര്യമില്ല. അപ്പൊ നീ എന്താണ് ചെയ്യേണ്ടത്? എന്ത് പഠിക്കുമ്പോഴും വൈ 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 ഈ സാധനം ചോദിച്ചുകൊണ്ട് മാത്രം പഠിക്കാം. അതായത് ഇപ്പൊ ഒരു സാധനം ലൈക്ക് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അങ്ങനെ ഇപ്പൊ കെമിസ്ട്രിയിലെ തന്നെ ഞാൻ പറയാം. ബോയിലിംഗ് പോയിന്റ് ടോപ്പ് ടു ബോട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്? ലൈക്ക് അങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ ആലോചിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ വർക്ക് ചെയ്ത് ലൈക്ക് ഇത് നമ്മള് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അങ്ങനെ പഠിക്കാതെ ബോയിലിംഗ് പോയിന്റ് ബോട്ടത്തിൽ നിന്ന് താഴേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ള റീസൺസ് പഠിക്കാം. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് പലതും ഇങ്ങനെ നമ്മളിപ്പോ ഈ കേസിൽ ഇതിൽ അങ്ങനെ വരുന്നു, ഇതിൽ ഇങ്ങനെ വരുന്നു, ഇതിൽ അങ്ങനെ വരുന്നു, ഇതിൽ ഇങ്ങനെ വരുന്നു എന്നിട്ട് നമ്മൾ ഓരോ ബ്ലോക്കുകളും പഠിക്കുന്നത്. അതേസമയം നമ്മളെല്ലാവരും ഇപ്പൊ ബോറോൺ ടു അലുമിനിയം ഇത്ര കാര്യം കൊണ്ട് കൂടുന്നു, ഈ കാര്യങ്ങൾ കൊണ്ട് കുറയുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിൽ റിട്ടൻറ്റിവിറ്റിയും കൂട്ടാൻ പറ്റുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ എന്തും കൂടും, നമ്മുടെ ഈ കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പലതുമായിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പഠനം എന്താവും, ഒന്ന് ഈസി ആവുന്ന മാത്രമല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് കൂടെ ആവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതുകൊണ്ട് പിന്നെ പയ്യെ കുറച്ചുകൂടെ അങ്ങോട്ട് എക്സാം എടുക്കാറാകുമ്പോൾ എക്സാമിന് ഒരു മാസം മുമ്പൊക്കെ ആകുമ്പോൾ ഒരു മാസം 10, 15, 20 ദിവസമൊക്കെ ബാക്കിയാവും. നല്ല സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എന്ത് വരും, ലൈക്ക് ഇന്തൂസിയാസം വന്ന് അങ്ങനെ നമുക്ക് ഒക്കെ അറിയാവുന്നുള്ളൊരു തോട്ടിലേക്ക് എത്തും. അപ്പൊ ഈ സാധനം എന്ത് വൈ 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 എന്ന് ചോദിക്കുന്ന സാറ് കെമിസ്ട്രിയിലാണ് പറഞ്ഞെങ്കിലും ഞാനിത് ഫിസിക്സിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ കൊണ്ടുപോയിട്ടു. ഇതൊക്കെ വർക്ക് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നത്. സോ നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.